എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, ബർലി പഞ്ചായത്തിൽപ്പെട്ട എനിക്ക് തോന്നുന്നു 8-ാം വാർഡ് എനിക്ക് അറിയില്ല, വഴുക്കപ്പാറയിലുള്ള ഒരു കനാൽ പാലത്തിൻ്റെ ഒരു അവസ്ഥയാണത്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷമായിട്ടുണ്ടാവും ഇത് ഈ പാലത്തിൻ്റെ ഈ അവസ്ഥയായിട്ട്. 1 വർഷമായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം മാസങ്ങളായി ഈ പാലത്തിൻ്റെ, ഈ കനാൽ പാലത്തിൻ്റെ അവസ്ഥ. വേറൊന്നുമല്ല, ഈ കനാൽ പാലത്തിൻ്റെ കൈവരി തകർന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ടാവും. അതെൻ്റെ ഒരു ഊഹമാണ്, എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഏകദേശം 2-3 മാസത്തോളം ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ആ പാലം ഈ കൈവരി തകർന്നിട്ട് ഇങ്ങനെ കിടന്നാൽ ആരും ശ്രദ്ധിക്കാതെ, ആരും ഇത് ബന്ധപ്പെട്ട PWD എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ വേറെ ആരുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ ഏതെങ്കിലും വാഹനങ്ങൾ വന്ന് സ്ലിപ്പായാൽ ആ വാഹനം ആ കനാലിലേക്ക് വീണു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. കനാൽ പാലത്തിൻ്റെ അവസ്ഥൻ്റെ, കൈവരി തകർന്ന പാലത്തിൻ്റെ അവസ്ഥ കണ്ടു നോക്കാം. കണ്ടില്ല കനാൽ പാലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്നാണ് എൻ്റെ ഒരു ചെറിയ സംശയം. അത് പെട്ടിട്ടും ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയോ ഒന്നും അറിയിച്ചിട്ടില്ലേ എന്നാണ് എൻ്റെ സംശയം. അത് അവിടുത്തെ നാട്ടുകാർക്ക് ഈ കനാൽ പാലം നന്നാക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇവിടെ ഈ പാലം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇവിടെ വാഹനങ്ങൾ മറിയാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ എന്ന നിലപാടാണ് അവിടുത്തെ നാട്ടുകാർക്ക്. അതോ നാട്ടുകാർ ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയോ മറ്റോ അറിയിച്ചിട്ടും അവർ ഈ പാലം നന്നാക്കാത്തതാണോ? അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കണം. എന്നിട്ട് ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയോ ഏത് വാർഡ് മെമ്പർ ആയിക്കോട്ടെ, ജനപ്രതിനിധി എന്ന നിലയിൽ ആ വാർഡ് മെമ്പർ അറിയിക്കണം. അതുപോലെ തന്നെ ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം. ഈ പാലത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, കുറേ കാലങ്ങളായി ഇതേ അവസ്ഥയാണ്, ആരും നന്നാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് വാർഡ് മെമ്പർ കണ്ടിട്ട് വാർഡ് മെമ്പർ കാണാതെ പോവുകയാണോ? ഇതെല്ലാം പിന്നെ ശരിയാക്കാം, പിന്നെ നോക്കാം എന്ന നിലപാടാണോ അവിടുത്തെ വാർഡ് മെമ്പർക്കുള്ളത്? വീണ്ടും ഞാൻ പറഞ്ഞു, ഈ വാർഡ് മെമ്പർ ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നില്ല, അധിക്ഷേപിക്കുന്നില്ല, വ്യക്തിഹത്യ ചെയ്യുന്നില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് താങ്കളോട് ഞാൻ പറയുന്നത്. താങ്കൾ വിമർശിക്കുകയല്ല. ഈ പാലത്തിന് അവസ്ഥ നോക്കണം ബഹുമാനപ്പെട്ട മെമ്പറെ. ഇന്ന് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടില്ല പറഞ്ഞാൽ വളരെ ഒരു സങ്കടകരമായിട്ട് കാര്യമല്ലേ? എന്തെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ ആക്ഷേപിച്ചു, എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, അങ്ങനെയൊന്നുമല്ല. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതല്ല ഞാൻ. ആരും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കില്ല, വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കില്ല. എൻ്റെ വിമർശനമാണത്. ഇപ്പം ജനപ്രതിനിധികളെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയും ഭരണഘടനയിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ. വ്യക്തിപരമായിട്ട് പറയാൻ പാടില്ല, അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒന്നും പറയാൻ പാടില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ പറയാമല്ലോ, നമുക്ക് ഒരു പൗരന് പറയാമല്ലോ. ആ നിലയിലാണ് താങ്കളോട് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട മെമ്പർ ഇത് കണ്ടിട്ടില്ലേ മെമ്പറെ? അത് കണ്ടിട്ടും താങ്കൾ കാണാതെ പോവുകയാണോ? എനിക്കറിയില്ല. അതോ അവിടുത്തെ ജനങ്ങൾ താങ്കളെ അറിയിക്കാതെയാണോ ഇങ്ങനെ ഈ പാലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ട്? വളരെ ഒരു അപകടം പിടിച്ച സ്ഥിതിയിലാണ് ഈ പാലത്തിൻ്റെ കൈവരി തകർന്നിട്ട് മാസങ്ങളായി.
എന്നാലും ഒന്നും പറയാതെയാണോ? അത് അവിടുത്തെ ഏത് മെമ്പറും ഏത് മെമ്പർക്കും ഈ പാലത്തിൻ്റെ അവസ്ഥ കാണാതിരിക്കില്ല. റോഡ് സൈഡാണത്. അത് വൈക്കപ്പാറ തന്നെ ഞാൻ അത്താൻ അവിടെ നിന്ന് വരുമ്പോൾ മുണ്ടൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ സമയത്ത് അത്താൻ സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് അവിടെ തന്നെ ഒരു പള്ളിയെല്ലാം ഉണ്ട്. ഏകദേശം അതിന് അടുത്താണ് ഈ റോഡ് സൈഡിന് ഈ പാലം, ഈ കനൽ പാലം ഉള്ളത്, ഈ ഇത്. അപ്പോൾ തീർച്ചയായും താങ്കൾ കാണാതിരിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ PWD അധികൃതരെ അറിയിച്ച് ഈ പാലം എത്രയും പെട്ടെന്ന് ഇതൊരു കൈവരി നിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യും, നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏത് മെമ്പറാണെങ്കിലും. അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും, അഥവാ താങ്കൾ മെമ്പർക്ക് കണ്ടില്ലെങ്കിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട അവിടുത്തെ നാട്ടുകാർ ദയവ് ചെയ്ത് ഈ പാലത്തിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മെമ്പറെ അറിയിക്കണം. ഈ പാലത്തിൻ്റെ കൈവരി പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായി. ഇത് എത്രയും പെട്ടെന്ന് ശരിയായി തരുന്ന മെമ്പറെ താങ്കൾ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കണം മെമ്പറെ എന്ന് പറയണം. അല്ലെങ്കിൽ മെമ്പർ കണ്ടാൽ മെമ്പർ സ്വയം തീരുമാനമെടുത്ത് ഇത് വേണ്ടപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ, എഞ്ചിനീയർമാരെ കണ്ട് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ അവിടുത്തെ കോങ്ങാട് നിയോജകമണ്ഡല MLA ശ്രദ്ധയിൽ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട MLA ഈ പാലത്തിന് കൈവരി തകർന്നിട്ട് കുറേ കാലമായി, എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് താങ്കൾ പറയണം. ഈ പാലം ഇങ്ങനെ പോയാൽ രാത്രി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ കറണ്ട് പോവുകയും ചെയ്താൽ രാത്രി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ കനാലിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത്രയും വീഡിയോ കണ്ടാൽ അത്രയും അപകടകരമായിട്ടുള്ള അവസ്ഥയാണത്. കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാല് നന്നാക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. ബഹുമാനപ്പെട്ട മെമ്പർ ഈ പാല് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.